അമേരിക്കയിൽ തീവ്ര വലതുപക്ഷ നേതാക്കൾ ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെ രംഗത്തെത്തുന്നത് പലപ്പോഴും ചർച്ചയാകാറുണ്ട്. അടുത്തിടെ H-1B വിസയിലെത്തിയ ഇന്ത്യക്കാരെ നാട് കടത്തണമെന്ന ആവശ്യവുമായി മാഗ അനുകൂലിയായ ആൻഡ്രൂ ബ്രാൻക രംഗത്തെത്തിയതും ചർച്ചയായിരുന്നു. ഏറ്റവും ഒടുവിൽ തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ നിക് ഫ്യൂൻഡസ് ഇന്ത്യക്കാർക്കെതിരെ വംശീയ വിദ്വേഷം നിറഞ്ഞ പരാമർശങ്ങൾ നടത്തിയത് വിവാദമായിരിക്കുകയാണ്. അമേരിക്കയിലെ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് നിക് ഫ്യൂൻഡസ് ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെ രംഗത്തെത്തിയത്. ടെക്സസ്, മിനിയാപോളിസ്, സിയാറ്റിൽ എന്നിവിടങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങളില്ലെന്നും അവിടെയെല്ലാം ഇന്ത്യക്കാരും സൊമാലിയക്കാരും ഏഷ്യക്കാരും നിറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം തന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. നിക് ഫ്യൂൻഡസ് പോഡ്കാസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്മസ് ഇല്ലാത്ത അമേരിക്കയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അധികം വൈകാതെ നമ്മുടെ രാജ്യം ക്രിസ്മസ് ആഘോഷിക്കാത്ത ആളുകളാൽ നിറയും. അവർ ക്രിസ്ത്യാനികളായിരിക്കില്ല, ഇംഗ്ലീഷ് സംസാരിക്കില്ല, ബേസ്ബോൾ കളിക്കില്ല, ഹോട്ട് ഡോഗ് കഴിക്കില്ല, ആപ്പിൾ പൈ കഴിക്കില്ല. അതുകൊണ്ട് ഒരു 50 വർഷം കഴിഞ്ഞ് ഡിസംബർ 25-ന് ക്രിസ്മസ് ട്രീകളൊന്നും കാണാനില്ലെന്ന് സങ്കല്പിക്കുക. ഡാലസിലോ ഫ്രിസ്കോയിലോ ക്രിസ്മസ് ഉണ്ടാകില്ല, കാരണം അവിടെയെല്ലാം ഇന്ത്യക്കാരായിരിക്കും. മിനിയാപോളിസിൽ ഈ വർഷം ക്രിസ്മസ് ഉണ്ടാകില്ല, കാരണം അവിടെയെല്ലാം സൊമാലിയക്കാരായിരിക്കും. സിയാറ്റിലിൽ ഇനി ക്രിസ്മസ് ഉണ്ടാകില്ല, കാരണം അവിടെയെല്ലാം ഏഷ്യക്കാരായിരിക്കും, ഫ്യൂൻഡസ് പറഞ്ഞു. ആരും ക്രിസ്മസ് സിനിമകൾ കാണില്ല, പരമ്പരാഗത ക്രിസ്മസ് ആചാരങ്ങൾ നടത്തില്ല, ടർക്കിയോ ഹാമോ കഴിക്കില്ല, ക്രിസ്മസ് ഗാനങ്ങൾ പാടില്ല, ക്രിസ്മസ് ലൈറ്റുകളോ അലങ്കാരങ്ങളോ ഉണ്ടാകില്ല. ഇതാണോ അമേരിക്ക? ആരും ഇംഗ്ലീഷ് സംസാരിക്കുകയുമില്ല, ഫ്യൂൻഡസ് കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കാർക്കെതിരായ ഫ്യൂൻഡസിന്റെ വംശീയ പരാമർശം ഇങ്ങനെയാണ്: ആളുകൾ TV-യിൽ ഫുട്ബോൾ കളി കാണുന്നു, കൈകൊണ്ട് ചോറ് തിന്നുന്നു, പരസ്പരം ഹിന്ദി സംസാരിക്കുന്നു. ഇതാണോ അമേരിക്ക? നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും അമേരിക്ക പോലെയാണോ ഇത് കാണാൻ? ഫ്യൂൻഡസ് ചോദിച്ചു. റിപ്പബ്ലിക്കൻ നേതാവും ഇന്ത്യൻ വംശജനുമായ വിവേക് രാമസ്വാമിക്കെതിരെയും നിക് ഫ്യൂൻഡസ് വംശീയ പരാമർശം നടത്തിയിട്ടുണ്ട്. വിവേക് രാമസ്വാമിയോട് ഇതൊരിക്കലും നിന്റെ വീടല്ലെന്ന് പറഞ്ഞ ഫ്യൂൻഡസ് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. അമേരിക്കൻ ഐഡന്റിറ്റിയെക്കുറിച്ച് സംസാരിക്കവേ വംശീയതയും യഹൂദ വിദ്വേഷവും താൻ വെച്ചുപൊറിപ്പിക്കില്ലെന്ന് വിവേക് രാമസ്വാമി പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായാണ് ഫ്യൂൻഡസ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. അതേസമയം ഫ്യൂൻഡസിന്റെ പരാമർശങ്ങൾ ഇന്ത്യക്കാർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും എക്സിലൂടെ വിമർശനവുമായി രംഗത്തെത്തി. ഒരാളുടെ പ്രതികരണം ഇങ്ങനെയാണ്: നിക് ഫ്യൂൻഡസ് തന്റെ ഷോയിൽ പതിവ് പോലെ കൂടുതൽ വിദ്വേഷം പ്രചരിപ്പിച്ചു. കറുത്ത വർഗ്ഗക്കാർ, യഹൂദർ, ഇന്ത്യക്കാർ, ഹിസ്പാനിക് വംശജർ എന്നിവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന് വിവരങ്ങൾ നൽകുന്നവർ അദ്ദേഹത്തിന്റെ പ്രേക്ഷകർക്ക് ദ്രോഹമാണ് ചെയ്യുന്നത്, കമന്റിൽ പറഞ്ഞു. ഇനി ആരാണ് നിക് ഫ്യൂൻഡസ് എന്ന് നോക്കാം. അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനും ലൈവ് സ്ട്രീമറുമാണ് നിക് ഫ്യൂൻഡസ്. അമേരിക്ക ഫസ്റ്റ് എന്ന പ്രസ്ഥാനത്തിന്റെ നേതാവായി ഇദ്ദേഹം വിശേഷിക്കപ്പെടുന്നു. വംശീയ വിദ്വേഷം, യഹൂദ വിരോധം, തീവ്രവാദപരമായ പ്രസ്താവനകൾ എന്നിവയുടെ ഒരു നീണ്ട ചരിത്രം ഫ്യൂൻഡസിനുണ്ട്. കുടിയേറ്റം, വംശം, സാംസ്കാരിക യുദ്ധ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമേരിക്ക ഫസ്റ്റ് എന്ന പേരിൽ രാത്രിയിൽ നടത്തുന്ന ലൈവ് സ്ട്രീം യുവാക്കളിൽ ഒരു വലിയ വിഭാഗത്തെ ആകർഷിച്ചിട്ടുണ്ട്.